ഇനി നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, മോദി ഗവൺമെന്റ് ഹിന്ദുത്വ അജണ്ടയുടെ ഭാഗമായിട്ട് ദേവസ്വം ബോർഡുകൾക്ക് വഖഫിന് കൊടുത്തൊരു അധികാരം കൊടുത്തു നിങ്ങൾ കരുതുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പത്മനാഭന്റെ ഭാഗമാവില്ലേ ഈ കാണുന്ന സ്വത്ത് മുഴുവൻ, കേരളത്തിന്റെ ഒരു ഭാഗം മുഴുവൻ. നമ്മുടെ മലയാളികളിൽ എത്രത്തോളം ആൾക്കാർ മോദി ഗവൺമെന്റ് കൊണ്ടുവരുന്ന വഖഫ് ഭേദഗതി ബില്ലിനെ പിന്തുണയ്ക്കുന്നു എന്നറിയുന്നതിന് വേണ്ടി ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിനകത്ത് ഒരു പോൾ ഇട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ആ പോൾ കയറി ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. 90% ആൾക്കാർ മലയാളികൾ തന്നെയാണ് വഖഫ് ഭേദഗതി ബില്ലിനെ, മോദി ഗവൺമെന്റ് കൊണ്ടുവരുന്ന വഖഫ് ഭേദഗതി ബില്ലിനെ പിന്തുണയ്ക്കുന്നത്, അനുകൂലിക്കുന്നു എന്നുള്ള രീതിയിൽ പോൾ ചെയ്തിരിക്കുന്നത്. 10% താഴെ മാത്രമേ ആൾക്കാർ എതിർക്കുന്നു എന്നുള്ള രീതിയിൽ പോൾ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഏകദേശം കേരളത്തിലൊരു ട്രെൻഡ് നമുക്ക് മനസ്സിലാവും. ഞാനിനി വളഞ്ഞു ചുറ്റിയൊന്നും പറയുന്നില്ല. ഒരു യൂട്യൂബർ എന്നുള്ള രീതിയിൽ ഞാൻ ആദ്യമേ തൊട്ട് പറയുന്നൊരു കാര്യമുണ്ട്, ഞാൻ വഖഫ് ഭേദഗതി ബില്ലിനെ അനുകൂലിക്കുന്ന ഒരാളാണ്. ഞാൻ മുനമ്പത്തെ 610ഓളം കുടുംബങ്ങൾക്കൊപ്പമാണ് നിൽക്കുന്നത്. ആദ്യമേ തൊട്ട് ഈ അഭിപ്രായം പറഞ്ഞതുകൊണ്ട് എനിക്ക് നഷ്ടപ്പെട്ട എത്രത്തോളം സബ്സ്ക്രൈബേഴ്സ് ആണെന്ന് എനിക്ക് വ്യക്തമായി അറിയാം. എന്നാൽ എനിക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. എൻ്റെ അഭിപ്രായം ഇതാണ്, യൂട്യൂബർ എന്നുള്ള രീതിയിൽ രണ്ട് വെള്ളത്തിൽ കാലി ചവിട്ടാനൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. അന്നും ഇന്നും എന്നും ഞാൻ പറയുന്നത് മുനമ്പത്തെ മനുഷ്യരോടൊപ്പമാണ് നമ്മൾ എന്നുള്ളതാണ്. കാരണം അവർ ജനിച്ചു വളർന്ന ഭൂമി പെട്ടെന്ന് ഒരു ദിവസം ഒരു ലെറ്റർ വരികയാണ്, നമ്മൾ പിന്നെ വഖഫിൻ്റെ ട്രൈബ്യൂണലിൽ പോയി നിൽക്കണം, അവരുടെ കരമടയ്ക്കാൻ പറ്റാത്തൊരവസ്ഥ വരുന്നു. അവർ 107 ദിവസമായിട്ട് മുനമ്പത്ത് ഒരു പള്ളിയുടെ മുമ്പിൽ ഇത് സമരം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നിരാഹാരം കിടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ മനുഷ്യരെ പിന്തുണയ്ക്കുക എന്നുള്ളതാണ് ഇന്നത്തെ കാലത്തെ രാഷ്ട്രീയം എന്ന് ചിന്തിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഒറ്റ ഒരു കാര്യം പറയാനുള്ളൂ, നിങ്ങൾ വഖഫ് ഭേദഗതി ബില്ലിനെ പിന്തുണയ്ക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലിൽ കൂടി സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ കൂടെ പിന്തുണയ്ക്കുക. അതോടൊപ്പം നിങ്ങൾ കമൻറ്റ് ബോക്സ് വന്നിട്ട് സപ്പോർട്ട് എന്നുള്ള രീതിയിൽ ഒരു കമൻറ്റ് ചെയ്യുക. ഇനി കാര്യത്തിലേക്ക് വരാം. കഴിഞ്ഞ ദിവസം JPCയുടെ ഒരു തീരുമാനം വന്നിട്ടുണ്ടായിരുന്നു. വഖഫ് ബില്ലിന് JPC അംഗീകാരം, പ്രതിപക്ഷത്തിൻ്റെ 44 ഭേദഗതികളും തള്ളിക്കളഞ്ഞു എന്നുള്ള രീതിയിൽ ഒരു വാർത്ത വന്നിട്ടുണ്ട്. ഇനി വഖഫുമായി ബന്ധപ്പെട്ട് JPCയുടെ കുറച്ച് തീരുമാനങ്ങൾ വന്നിട്ടുണ്ട്. ഈ സെക്ഷനിൽ, പാർലമെന്ററി സെക്ഷനിൽ വഖഫ് ഭേദഗതി ബില്ല് പാസ്സാകും എന്നുള്ളതാണ്. ഇന്നലെ ഞാൻ നോക്കാൻ നേരത്ത് മുനമ്പത്തെ മനുഷ്യർ മധുരം പങ്കുവെച്ച്, ലഡു പങ്കുവെച്ച് ആഘോഷിക്കുന്നുണ്ട്. സന്തോഷം മാത്രമേ ഉള്ളൂ. അതോടൊപ്പം ആ സമരത്തിൽ പങ്കെടുക്കുന്ന ആൾക്കാർ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ കേന്ദ്ര സർക്കാരിനെ പിന്തുണയ്ക്കുന്നുള്ള രീതിയിലാണ് അവർ സംസാരിക്കുന്നത്. കേരളത്തിൽ നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, കേരളത്തിൽ BJP വട്ടപൂജ്യമാണെന്നൊക്കെ പറയുമ്പോൾ, ബിഗ് സീറോ ആണെന്നൊക്കെ പറയുമ്പോൾ തന്നെയാണ് BJPയെ പബ്ലിക്കായിട്ട് മുനമ്പത്തെ മനുഷ്യർ ഇന്നലെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നത്. അവർക്ക് സ്വീകരണം നൽകും ഈ ബില്ല് പാസ്സാക്കിയാൽ എന്നുള്ള രീതിയിൽ അവിടെ സംസാരിക്കുന്ന വിഷ്വൽസ് ഇപ്പോൾ അവൈലബിൾ ആണ്. അതായത് കേരളത്തിലെ BJPക്ക് സ്പേസ് ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു ഏർപ്പാടാക്കി ഇവിടുത്തെ ഭരണപക്ഷവും പ്രതിപക്ഷത്തിന് പ്രവർത്തി കാരണമാണ് BJPക്ക് ഇവിടെ സ്പേസ് ഉണ്ടാക്കി കൊടുത്തത്. ഇതിന്റെ എല്ലാം കാരണക്കാർ നിങ്ങൾ തന്നെയാണ്. ഇപ്പോൾ വഖഫുമായി ബന്ധപ്പെട്ടൊരു ബില്ല് മോദി ഗവൺമെന്റ് കൊണ്ടുവരാൻ നേരത്തെ അതിനകത്ത് തെറ്റുണ്ടെന്നുണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കുകയാണ് ചെയ്യേണ്ടത്. അതിനു പകരം വഖഫ് ഭേദഗതി ബില്ല് ആകപ്പാടെ തള്ളണം എന്നുള്ള രീതിയിൽ കേരളത്തിലെ നിയമസഭയ്ക്കുള്ളിൽ പ്രതിപക്ഷവും ഭരണപക്ഷവും ഒരുപോലെ നിന്ന് വോട്ട് ചെയ്തു, പ്രമേയം പാസാക്കി. അതൊരു തരത്തിൽ മുനമ്പത്തെ മനുഷ്യരോട് ചെയ്ത ഏറ്റവും വലിയ ചതിയായിരുന്നു. നിങ്ങൾക്ക് തെറ്റുള്ളത് ചൂണ്ടിക്കാണിച്ച് ഒപ്പം പിന്തുണയ്ക്കാവും. അതിനു പകരം നിങ്ങൾ വഖഫ് ഭേദഗതി ബില്ല് തന്നെ കൊണ്ടുവരുമെന്നാണ് പറയുന്നത്. 1995-ലായാലും 2013-ലായാലും ഈ വഖഫ് ബോർഡിന് പല്ലും നഖമുള്ള കുറച്ച് നിയമങ്ങളാണ് നൽകിയത്. നമ്മുടെ നാട്ടിൽ സഭകൾക്കില്ലാത്ത, അല്ലെങ്കിൽ ഗുരുദ്വാരകൾക്കില്ലാത്ത, ദേവസ്വം ബോർഡുകൾക്കില്ലാത്ത പല നിയമവും വഖഫിന് എഴുതി കൊടുത്തു. എന്തിനു വേണ്ടി? വോട്ട് ബാങ്കിന് വേണ്ടി. അതേ വോട്ട് ബാങ്ക് തന്നെയാണ് ഇന്ന് കേരളത്തിൽ നിങ്ങളെ തിരിഞ്ഞു കൊത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. മനസ്സിലായില്ലെന്നുണ്ടെങ്കിൽ അടുത്ത തെരഞ്ഞെടുപ്പ് വരുമ്പോൾ കൃത്യമായ രീതിയിൽ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവും. പച്ചയ്ക്ക് മുനമ്പത്തെ മനുഷ്യർ പറയുന്നുണ്ട് BJPയോടൊപ്പം നിൽക്കും എന്നുള്ള രീതിയിൽ അവർ സംസാരിക്കുന്നുണ്ട്, അവർക്ക് സ്വീകരണം നൽകും എന്നുള്ള രീതിയിൽ അവർ പറയുന്നുണ്ട്. നമ്മുടെ നാട്ടിലുള്ള പല രാഷ്ട്രീയക്കാരും കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു ഫ്രാൻസിസ് ജോർജ് എന്ന് പറഞ്ഞ കോട്ടയത്തെ MP പബ്ലിക്കായിട്ട് വന്നു പറഞ്ഞു വഖഫ് ഭേദഗതി ബില്ലിനെ പിന്തുണയ്ക്കും. അതിനുശേഷം അടുത്ത ദിവസം പുള്ളിക്കാരൻ അത് മാറ്റി പറയുന്നതും കേട്ടു. ഈ 610 കുടുംബത്തോടൊപ്പം നിൽക്കുക എന്നല്ലാതെ പിന്നെ എന്താണ് കേരളത്തിലെ രാഷ്ട്രീയക്കാർ ചെയ്യേണ്ടത്? നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ നിയമസഭാ സമ്മേളനം നടത്തും, ഒരു വാക്ക് പോലും മുനമ്പത്തെ മനുഷ്യർക്ക് വേണ്ടി അവർ സംസാരിച്ചില്ല. പച്ചയ്ക്ക് പറ്റിക്കുകയല്ലേ ചെയ്തത് എന്നുള്ളതാണ്. പച്ചയ്ക്ക് പറ്റിക്കുകയല്ലേ ചെയ്ത്. ഇനി വഖഫുമായി ബന്ധപ്പെട്ട് JPCയുടെ തീരുമാനം എന്താണ് എന്നുള്ളതാണ് നമ്മൾ ഇനി ഇവിടെ പറയാൻ പോകുന്നത്. ഒരു വസ്തുവിനെ വഖഫ് സ്വത്താണെന്ന് പ്രഖ്യാപിക്കാൻ വഖഫ് ബോർഡിന് അധികാരം നൽകുന്ന നിയമത്തിലെ 40-ാം വകുപ്പ് ഒഴിവാക്കി. നല്ല കാര്യമല്ലേ ഇത്? 5 വർഷമെങ്കിലും ഇസ്ലാം മത വിശ്വാസിയാണെങ്കിൽ മാത്രമേ ഇനി വഖഫ് നൽകാൻ പറ്റൂ. ഇതര മതസ്ഥർക്ക് ഇനി വഖഫ് നൽകാൻ പറ്റില്ല. നല്ല കാര്യമല്ലേ? മുസ്ലിം മതവിശ്വാസി നൽകിയാൽ പോരെ. വഖഫ് സ്വത്താണോ എന്ന് പരിശോധിക്കാനുള്ള അധികാരം സർവേ കമ്മീഷനിൽ നിന്നും ജില്ലാ കളക്ടറിലേക്ക് മാറ്റി. അതായത് നമ്മളിപ്പോൾ സാധാരണ ഒരു നമ്മുടെ വസ്തു തർക്കവുമായി ബന്ധപ്പെട്ടൊരു കാര്യമാണെന്നുണ്ടെങ്കിൽ നമ്മൾ കളക്ടറേറ്റിൽ കൊണ്ടുപോയി പരാതി കൊടുക്കുന്ന പോലെ അതൊരു പരാതി കൊടുക്കാം. കളക്ടർക്കാണ് പരാതി കൊടുക്കുന്നത്. കുറേ ആൾക്കാരൊക്കെ പറയുന്നത് കളക്ടർ ഗവൺമെൻറ് ആളല്ലേ, അതിനകത്ത് പറ്റിക്കപ്പെടുത്തില്ലേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഗവൺമെൻറ് ആളല്ലേ കളക്ടർ ഇപ്പോഴും? നമുക്ക് എന്തെങ്കിലും ഒരു കംപ്ലയിൻറ്റ് അവിടെ കൊണ്ടു കൊടുക്കുന്നത് എന്താണ് അർത്ഥം? അങ്ങ് കളക്ടർക്ക് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പരാതി കൊടുക്കേണ്ട കാര്യമുണ്ടോ? അപ്പോൾ ഇതുപോലെ കുറേ ആൾക്കാർ ഇരുന്ന് സംസാരിക്കുന്നത് ഞാൻ കണ്ടു. കളക്ടറിന് തീരുമാനം എടുക്കാം. കളക്ടറിന് പല മതത്തിൽപ്പെടുന്ന ആൾ വരും. കളക്ടറാണ്, കളക്ടറിന് തീരുമാനം എടുക്കും. വഖഫ് ബോർഡിൻ്റെയും ട്രിബ്യൂണലിൻ്റെയും അധികാരം ഹൈക്കോടതിയിൽ ചോദ്യം ചെയ്യാം.
ഇത് തന്നെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്നത്. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ വഖഫിൻ്റെ ട്രിബ്യൂണലുണ്ട്, ഇവർ വിധിച്ചു കഴിഞ്ഞാൽ അന്തിമമാവുന്ന ഒരു അവസ്ഥ. ഇങ്ങനെയൊക്കെയാണ് എഴുതി ഇവിടെ നിയമം പാസ്സാക്കി വിട്ടത് ഈ ജനാധിപത്യ നാട്ടിൽ, ഇവരുടെ ഭരണഘടനയിലുള്ള നാട്ടിൽ. അപ്പോൾ കോടതിക്കൊക്കെ പുല്ല് വില കൊടുത്തിട്ടാണ് ഇരുന്നത്. ഇപ്പോൾ ഹൈക്കോടതി നമുക്ക് ചലഞ്ച് ചെയ്യാം. ഇനി നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, മോദി ഗവൺമെന്റ് ഹിന്ദുത്വ അജണ്ടയുടെ ഭാഗമായിട്ട് ദേവസ്വം ബോർഡുകൾക്ക് വഖഫിന് കൊടുത്തൊരു അധികാരം കൊടുത്തു നിങ്ങൾ കരുതുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പത്മനാഭന്റെ ഭാഗമാവില്ലേ ഈ കാണുന്ന സ്വത്ത് മുഴുവൻ, കേരളത്തിന്റെ ഒരു ഭാഗം മുഴുവൻ പത്മനാഭദാസനായിട്ടാണ് ഇവിടുത്തെ രാജാക്കന്മാർ, തിരുവിതാംകൂർ രാജാക്കന്മാർ ഭരിച്ചത്. ഇവരുടെ സ്വത്തെല്ലാം ആരുടെയാണ്? പത്മനാഭന്റെയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതെല്ലാം അങ്ങ് പിടിച്ചെടുക്കാൻ വേണ്ടി ഒരു നിയമം അങ്ങ് പാസ്സാക്കി കൊടുത്തു നിങ്ങൾ കരുതുക. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ പല ഗവൺമെൻറ് ബിൽഡിങ്സും ഇവിടുത്തെ കണ്ണായ സ്ഥലങ്ങൾ മുഴുവൻ എവിടെ ഇരുന്നേനെ? പത്മനാഭൻ്റെ സ്വത്തായിട്ട് ഇരുന്നേനെ. അതിനെ നിങ്ങൾ അംഗീകരിക്കുമോ? അപ്പോൾ നമ്മൾ എവിടെ പോകും? ചലഞ്ച് ചെയ്യാൻ പോകാൻ പറ്റുമോ? ഇല്ല, നമ്മൾ ദേവസ്വത്തിൻ്റെ ട്രിബ്യൂണലിൽ പോകണം, ആ വിധി അന്തിമമായിരിക്കും എന്നും പറഞ്ഞു നമ്മളിവിടെ ബഹളം ഉണ്ടാക്കത്തില്ലേ? അപ്പം അത് തന്നെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പം നമ്മുടെ നാട്ടിലെ പലതരത്തിലുള്ള മതങ്ങളുണ്ട്. ഇവർക്ക് ആർക്കും ഇല്ലാത്ത ഒരു പ്രത്യേക അധികാരം വഖഫ് ബോർഡിന് കൊടുക്കേണ്ടതില്ല. നമ്മുടെ ഗവൺമെൻറ്റിൽ ചലഞ്ച് ചെയ്യാൻ പറ്റണം, അല്ലെന്നുണ്ടെങ്കിൽ കോടതിയിൽ ചലഞ്ച് ചെയ്യാൻ പറ്റണം. നമ്മുടെ കോടതിക്ക് മുകളിലേക്ക് ഒരു ബോർഡിനും ഒരു പ്രത്യേക അധികാരവും കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന അഭിപ്രായം തന്നെയാണ് എനിക്കുള്ളത്. 1500 വർഷം പഴക്കമുള്ള തമിഴ്നാട്ടിലെ ഒരു അമ്പലവും ഗ്രാമവും, അതുപോലെ ഗുജറാത്തിലും അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ പാർലമെന്റ് മന്ദിരം, കുംഭമേള നടക്കുന്ന സ്ഥലങ്ങളൊക്കെ ഇപ്പോൾ വഖഫിൻ്റെ ആണെന്ന് വാക്കാലങ്ങ് പറയുകയാണ്. അതൊരു ലെറ്ററും വഴി നമ്മൾ പേപ്പറും ഡോക്യുമെൻ്റ് ആയിട്ട് വഖഫിൻ്റെ ട്രിബ്യൂണലിൽ പോയി കാത്ത് നമ്മൾ തെളിയിക്കണം. ഒരു ലെറ്റർ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തെളിയിക്കണം. അങ്ങനെ ഒരു നിയമം ഇവിടെ വേണ്ട. നമ്മളിനി കോടതിയിൽ പോകും, അതായത് ഈ കോടതിയിൽ പോകാം, അല്ലെങ്കിൽ കളക്ടർക്ക് അപേക്ഷ കൊടുക്കാം, കളക്ടർ തീരുമാനം എടുക്കും, അത് മതി. അതിനിപ്പോൾ എന്താ? ഇതിനൊക്കെ എന്തിനാണ് ഈ രാഹുൽ ഗാന്ധിയൊക്കെ ഇരുന്ന് എതിർക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. വഖഫിനകത്ത് മറ്റു വിഭാഗത്തിൽപ്പെടുന്ന ആൾക്കാർ വരുന്നു. ഇപ്പോൾ കളക്ടറിൻ്റെ മതം നമ്മൾ നോക്കേണ്ട കാര്യമില്ല, അതിനകത്ത് മറ്റു വിഭാഗത്തിൽപ്പെടുന്ന ആൾ വരുന്നു എന്നൊക്കെ പറഞ്ഞു. ശരി, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഭരിക്കുന്ന നിരീശ്വരവാദിയല്ലേ? നമ്മുടെ മന്ത്രി ഈ അടുത്ത സമയത്ത് നമ്മൾ കണ്ടല്ലേ, ഈ ശബരിമലയിൽ മകരവിളക്കിന് ഏറ്റവും ഫ്രണ്ടിൽ വന്നിട്ട് അതിനകത്ത് നോക്ക് പോലും ചോദിച്ചാൽ പുള്ളി ഭക്തി പോലും ഇല്ല, പുള്ളി അവിടെ കൈയൊക്കെ ഇങ്ങനെ താഴെയിട്ട് നിൽക്കുകയാണ്. പുള്ളിക്ക് താല്പര്യമില്ലത് കാണുന്നതിനോ അല്ലെങ്കിൽ വിശ്വാസമോ ഇല്ലാത്ത ഒരാൾ വന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഭരിക്കുകയല്ലേ? ഇതിനകത്ത് ആർക്കെങ്കിലും എന്തെങ്കിലും പ്രശ്നം പറഞ്ഞിട്ട് കാര്യമുണ്ട്? ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് നിരീശ്വരവാദിയുടെ ഒരു വ്യക്തിയാണ്, തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് വരെ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വിശ്വാസി ഒരാളെ മാത്രമേ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഭരിക്കാൻ കൊടുക്കാവൂ എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ആരാണ് വിശ്വാസി? ഹിന്ദുമത വിശ്വാസിയായിട്ടുള്ള ആരുണ്ട്? അപ്പോൾ അതുപോലെ കുറേ പ്രശ്നങ്ങൾ വരുന്നില്ല. ഇപ്പോൾ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ട് മോദി ഗവൺമെൻറ് കൊണ്ടുവരുന്ന ഈ ഭേദഗതിയെ 100% പിന്തുണയ്ക്കുന്ന ഒരാളാണ് ഞാൻ. ഒപ്പം നമ്മൾക്ക് കോടതിയിൽ ചലഞ്ച് ചെയ്യാം. പിന്നെ ഈ ജനാധിപത്യ നാട്ടിൽ കോടതിയിലല്ല, പിന്നെ നമ്മളവിടെ പോകണം, വഖഫ് ട്രിബ്യൂണലിൽ ഇനിയും പോയി നിൽക്കണം. അങ്ങനെയൊന്നും ഇനി പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. 100% ഈ ഭേദഗതിയെ പിന്തുണയ്ക്കുന്ന ഒരാളാണ് ഞാൻ. ആ ഭേദഗതിയോടെ നടപ്പിലാക്കണം. ഇവിടെ സാധാരണക്കാർക്ക്, പ്രത്യേകിച്ച് 610 കുടുംബങ്ങൾക്ക് ഇവരുടെ അപ്പനപ്പൂപ്പന്മാർ മേടിച്ച് അവർ കുടുംബമായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കേണ്ട ഇടയ്ക്കായിട്ടാണ് ഇപ്പോൾ ലെറ്റർ വരുന്നത്. ഈ ലെറ്ററുമായിട്ട് പാവം മനുഷ്യരെ ട്രിബ്യൂണലിൻ്റെ ഫ്രണ്ടിൽ പോയി നിൽക്കണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അംഗീകരിച്ചു കൊടുക്കാൻ പറ്റത്തില്ല. ഇതിൻ്റെ പേര് മതേതരത്വമൊന്നുമല്ല, പിടിച്ചുപറിയുന്നതാണ്. ആ കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഇപ്പോൾ ഈ ഭേദഗതിയോടെ വരാൻ നേരത്ത് നമുക്ക് ഒരു വിഷയം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ബാക്കി എല്ലാ മേഖലയിലും പോലെ കളക്ടറിന് ഒരു പരാതി കൊണ്ട് കൊടുക്കാം, കളക്ടർ തീരുമാനം എടുക്കും. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഹൈക്കോടതിയിൽ പോകാം, അല്ല ട്രിബ്യൂണൽ ഓഫീസിൽ പോയിട്ട് നമ്മൾ ഇവിടെ തെളിയിക്കേണ്ട അവസ്ഥയൊന്നുമില്ല. ഭേദഗതിയാണ്. ഈ ഭേദഗതിയെ ഞാൻ പിന്തുണയ്ക്കുന്നുണ്ട്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക, പിന്തുണയ്ക്കുക.